സമസ്ത ഹോംസിൻ്റെ ഒരു റിനോവേഷൻ വർക്കാണ് നമ്മളിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് നമ്മുടെ തെക്കണ്ണാപുരത്തുള്ള കുന്നപ്പുഴ സൈറ്റിനടുത്തുള്ള ഒരു ചെറിയൊരു വീട് റിനോവേഷൻ ചെയ്ത് കാണിക്കുകയാണ്. അപ്പോൾ ഇത് വന്നിട്ട് നമുക്ക് ആദ്യം ഇവിടെ വാടകയ്ക്ക് കൊടുത്തിരുന്നൊരു വീടാണ്. അപ്പോൾ ഇത് വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇത് അറൗണ്ട് ഇപ്പം നമുക്ക് എല്ലാം കൂടി ഒരു 1 lakh ആയി കാണും. ഇൻസൈഡ് കംപ്ലീറ്റ് വരുമ്പോഴത്തേക്ക് ഒരു 1 lakh റുപ്പീസാണ് ഇതിൻ്റെ ചിലവ് വന്നിട്ടുള്ളത്. ഇതിനകത്ത് ഈ വിൻഡോസ് എല്ലാം പിന്നീട് വെച്ചതാണ്. വിൻഡോസ് ഒന്നും ഇല്ലായിരുന്നു, വിൻഡോസ് എല്ലാം പൊളിഞ്ഞ് ഇല്ലാതായി കിടക്കുമായിരുന്നു. ഇത് പിന്നെ വെച്ച വിൻഡോസാണ്. അതുപോലെ ഈ ഡോറ് പിന്നെ വെച്ചതാണ്. ഇത് ഉൾപ്പെടെ ഈ ഡോറ് പിന്നെ വെച്ചതാണ്. 2 ഡോർ ഉണ്ടായിരുന്നു. ഈ 2 വിൻഡോയും പിന്നീട് സെറ്റ് ചെയ്തതാണ്. പെയിൻറ്റിങ് കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഫ്ലോർ പെയിൻറ്റിങ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ ഇവിടെ പുറത്തോട്ട് ഇറങ്ങുന്ന ഈ ഡോറും പിന്നീട് ചെയ്തതാണ്. ഈ ഡോറും നേരത്തെ ഇല്ലായിരുന്നു, ഈ ഡോർ പിന്നീട് ചെയ്തതാണ്. ഈ കിച്ചണൊക്കെ പിന്നീട് ഇപ്പോൾ ചെയ്തെടുത്തതാണ്. ടൈലൊട്ടിച്ച് അടിപൊളിയാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ബാത്റൂം നേരത്തെ ഇല്ലായിരുന്നു. ഈ ബാത്റൂം കൂടി ഇപ്പോൾ ഇതിൻ്റെ കൂടെ ചെയ്തതാണ്. ഇൻസൈഡ് ഒരു ബാത്റൂം കൂടി വേണ്ടിയിട്ട് ചെയ്തതാണ്. അത് ഫുള്ള് ടൈലിട്ട് നല്ല രീതിയിൽ ഫിനിഷ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടിയാണ് നമ്മൾ ഈ പറഞ്ഞ റേറ്റ് ആയിരിക്കുന്നത്. അപ്പം അത്രയും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് നമ്മൾ ഈ റിനോവേഷൻ ഇപ്പോൾ ഇവിടെ ചെയ്തേക്കുന്നത്. മാത്രമല്ല ഇത് നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം നമുക്ക് നോക്കിയറിയാം, നേരത്തെ നമ്മുടെ മറ്റൊരു സൈറ്റ് കാണിച്ചിട്ടുണ്ട്. ആ സൈറ്റിൻ്റെ അതാണ് നമ്മുടെ പുതിയ സൈറ്റ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ സൈഡിലുള്ള ഈ വീടാണിത്. ഇത് ഓൾറെഡി ആദ്യം ഇത് ലേബേഴ്സ് താമസിച്ചുകൊണ്ടിരുന്ന ഒരു വീടാണ് അവർക്ക് വേണ്ടി. അപ്പം ഓണർ വേറെ സ്ഥലത്താണ് താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ അവർക്ക് താമസിക്കുന്നതിന് വേണ്ടി ചെറിയൊരു മെയിൻ്റനൻസ് ചെയ്ത് എടുക്കുക എന്നുള്ളതാണ് ആദ്യം പറഞ്ഞിരുന്നത്. പിന്നെ ചെയ്ത് വന്നപ്പോഴത്തേക്ക് ഇപ്പം അവർക്ക് ഇഷ്ടപ്പെട്ടു. ഇപ്പം ഓണർ തന്നെ ഇവിടെ ഡയറക്റ്റ് താമസിക്കാൻ വന്നു. ഇനിയിപ്പോൾ വാടകയ്ക്ക് അവർ കൊടുക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ഓണർ തന്നെ ഇവിടെ താമസിക്കുന്നുണ്ട്. അവർ കഴിഞ്ഞ ദിവസം താമസമായി ഇവിടെ.